ക്രിസ്മസ് സീസണിൽ ക്രിസ്ത്യാനികളുടെ വീട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ കാരണം അവർ അലങ്കരിച്ചിരിക്കുന്ന ബൾബുകളും സ്റ്റാറുകളും ക്രിസ്മസ് ട്രീകളും പുൽക്കൂടുകളും ഒക്കെ തന്നെയാണ്. ഇനി ഇത് ക്രിസ്ത്യാനികൾ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരുവിധപ്പെട്ട ഹിന്ദുക്കളും ഇത് തന്നെ ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് അവരുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ. അപ്പോൾ തന്നെയും ഈ ക്രിസ്മസ് സമയത്ത് ഒരു പെന്തക്കോസ്തുകാരൻ്റെ വീട് കാണുകയാണെങ്കിൽ നമുക്കൊരു ശ്മശാന മൂകതയായിരിക്കും അനുഭവപ്പെടുക. അവരുടെ വീട്ടിൽ മാത്രം സ്റ്റാറും ഇല്ല, വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനെ സ്റ്റാറും വെളിച്ചവും ഒക്കെ ഇടുന്നത് അവർക്ക് പാപമായതുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്. എൻ്റെ കുട്ടിക്കാലത്ത് ഇതെനിക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം എൻ്റെ ചുറ്റുമുള്ള വീടുകളെല്ലാം നല്ല രീതിയിൽ വെട്ടവും വെളിച്ചവും ഇട്ട് അലങ്കരിക്കുമ്പോൾ എൻ്റെ വീട് മാത്രം ഒരു ശ്മശാന മൂകത. ഒരു പെന്തക്കോസ്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഒരു പ്ലെയിൻ ജീവിതമാണ്. അയാളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സന്തോഷം തരുന്ന ഒരു ദിവസങ്ങളോ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ആഘോഷങ്ങളെല്ലാം നമുക്ക് പാപമാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ക്രിസ്മസ് ട്രീ ഞാൻ കുട്ടിക്കാലത്ത് ചിന്തിച്ചിരുന്ന, ഞാൻ വലുതാകുമ്പോൾ ഇപ്പോഴല്ലേ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഉള്ളൂ, ഞാൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്വപ്നത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്. കൊച്ചു കുട്ടികളുള്ള പെന്തക്കോസ് മാതാപിതാക്കളാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ആ ഒരു ആഗ്രഹമായ 2 മാല ബൾബും ഒരു സ്റ്റാറും മേടിച്ച് കെട്ടി തൂക്കിക്കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം ആ കുട്ടികൾക്കുണ്ടാകും. നിങ്ങളുടെ ദൈവത്തിന് ഒരു 2 വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ പോകുന്നതാണ് നിങ്ങളോടുള്ള സ്നേഹമെങ്കിൽ അതിലും വലിയ അല്പനായ മണ്ടനായ മറ്റൊരു ദൈവം ഇല്ല എന്ന് വേണം കരുതാൻ. ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലേക്ക് 2 മാല ബൾബും ഒരു സ്റ്റാറും ഇട്ട് നമുക്കൊരു സന്തോഷം കൊടുക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം. എന്നിട്ട് ആ ഒരു കുട്ടിയുടെ മുഖത്തെ സന്തോഷം ഒന്ന് കണ്ടു നോക്കണം. ആ ഒരു സന്തോഷം സഹിക്കാൻ പറ്റാത്തൊരു ദൈവമാണ് നിങ്ങളുടേതെങ്കിൽ പുള്ളി ഒരു സ്തുതിക്കും ഒരു പ്രാർത്ഥനയ്ക്കും യോഗ്യനല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആകെ ഒരു ജീവിതമേ നമുക്ക് ഈ ലോകത്തുള്ളൂ. ആ ഒരു സമയത്ത് ഇതേപോലെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ആഘോഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്നെ കാണുന്ന എല്ലാവർക്കും മേരി ക്രിസ്മസ്.